വീണ്ടും ഞാൻ പാലക്കാട് വിശേഷവുമായിട്ട് എത്തിയിരിക്കുകയാണ്. പാലക്കാട്ട് ധാരാളം പിക്നിക് സ്പോട്ടുണ്ട്. എത്തിപ്പെടാൻ സ്വല്പം പാടാണെങ്കിലും എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ നമ്മൾക്ക് വളരെയധികം ആസ്വദിക്കുവാൻ പറ്റുന്ന പല സ്ഥലങ്ങളും പാലക്കാട്ട്, നമ്മളുടെ അടുത്ത് കിടക്കുന്ന പാലക്കാട്ട് ഉണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ പാലക്കാട്ടേക്കൊക്കെ പോകുമ്പോൾ നിങ്ങളിതൊക്കെ ആസ്വദിച്ചിട്ട് വേണം പോരുവാനായിട്ട്. കാരണം നമ്മൾക്ക് ഇത് നമ്മളുടെ കൈയെത്തുന്ന സ്ഥലത്താണല്ലോ ഇത്രയും വലിയ ഒരു പിക്നിക് സ്പോട്ടൊക്കെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ ആസ്വദിച്ചില്ല എങ്കിൽ നമുക്കിത് വളരെ നഷ്ടം തന്നെയാകും. ഞങ്ങൾ താമരപ്പാടത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചുറ്റിനും നെൽവയലുകളും അതുപോലെ തന്നെ ഇടതൂർന്ന മരങ്ങളും അതുപോലെ തന്നെ മലകളും ഒക്കെ ആയിട്ട് വളരെ മനോഹാരിത നിറഞ്ഞ വരമ്പിലൂടെയാണ് ഞങ്ങൾ താമരപ്പാടത്തിലേക്ക് പോകുന്നത്. ഇതാണ് താമരപ്പാടം. കണ്ടോ എത്ര മനോഹരമാണെന്ന് നോക്കിക്കേ. കണ്ടാൽ വളരെ സിമ്പിള്, പക്ഷേ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു സംരംഭമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. കർഷകനായ കൊല്ലങ്കോട് സ്വദേശി സനൽ കുമാർ ഒരുക്കിയ വൃന്ദാവനമാണിത്. സിത്താർകൂട്ട് വെള്ളച്ചാട്ടത്തിന് സമീപം മനോഹരമായ വൃന്ദാവനം. എത്ര ഭംഗിയാണെന്ന് നോക്കിക്കേ. 14 ഏക്കറിൽ നെൽവയലും സൈഡ് ചേർന്ന 14 ഏക്കറാണ് ഈ കാണുന്ന നെൽവയൽ. അതിൻ്റെ സൈഡിൽ എല്ലാ സൈഡിലും ഇതുപോലെ പല വിധത്തിലുള്ള ചെടികൾ വെച്ച് പിടിപ്പിച്ച പല തരത്തിലുള്ള പൂക്കളുകൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു വൃന്ദാവനം. അതുപോലെ തന്നെ വൈക്കോല്, നെല്ല് വിളഞ്ഞ് നെല്ലെടുത്തതിന് ശേഷം ബാക്കി വരുന്ന വൈക്കോല് കൊണ്ട് ഇവർ പല കുടിലുകളും ഇതിനുള്ളിൽ അവർ നിർമ്മിച്ചിട്ടുണ്ട്. ഒത്ത നടുക്ക് തന്നെ ഒരു ആനയെ ഇവർ വെച്ചിട്ടുണ്ട്. കണ്ടോ, ഒരു ആനയെ അവിടെ ഒരു വയലിൻ്റെ നടുക്ക് തന്നെ ഒരു ആനയെ അവർ നിർത്തിയിട്ടുണ്ട്. പല വൈക്കോല് കൊണ്ട് പലയിടത്തും ചെറിയ ചെറിയ കുടിലുകളും ചെറിയ ചെറിയ ആർച്ചുകളും ഒക്കെ ഒരുക്കിയിട്ടുണ്ട്. വളരെ ഭംഗിയായിട്ട് ഈ ഒരു നെൽവയൽ ഒരുക്കി വൃന്ദാവനമാക്കി മാറ്റിയിരിക്കുകയാണ് സനൽകുമാർ. ധാരാളം പേര് ആ ജില്ലയിൽ നിന്നും വിവിധ രാജ്യങ്ങളിൽ നിന്നും വിവിധ പ്രദേശങ്ങളിൽ നിന്നും ഇത് ആസ്വദിക്കുവാനായിട്ട് ഇവിടെ എത്തുന്നുണ്ട്. കൃഷി നടക്കുകയും ചെയ്യും. ഈ 14 ഏക്കറിലും കൃഷിയാണ്. അതിൻ്റെ ഇടയ്ക്കുള്ള വരമ്പിലാണ് ഇങ്ങനെയുള്ള സജ്ജീകരണങ്ങൾ. കണ്ടോ, കുട്ടികൾ ആർത്ത് ഉല്ലസിച്ച് റീൽസ് എടുക്കുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനൊക്കെ പറ്റിയ ഒരു സ്ഥലമാണിത്. ധാരാളം കണ്ടോ, ഇതുപോലെ തന്നെ സ്റ്റെപ്പ് വെച്ച മേളിലേക്ക് നമുക്ക് ഏറുമാടം പോലെ മുകളിൽ കയറി ഫോട്ടോ എടുക്കാനും റീൽസ് എടുക്കാനും ഒക്കെ വളരെ ഭംഗിയായിട്ടുള്ള സംരംഭങ്ങളൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. 30 രൂപയാണ് ടിക്കറ്റ് ചാർജ്. ആ 30 രൂപ എടുത്താൽ 30 രൂപയുടെ ടിക്കറ്റ് എടുത്താൽ നമ്മൾക്ക് ഇതിൻ്റെ ഉള്ളിൽ എത്ര നേരം വേണമെങ്കിലും നമ്മൾക്ക് കണ്ട് ആസ്വദിച്ച് നടക്കാൻ സാധിക്കും. വൈകുന്നേര സമയങ്ങളിലായിരിക്കും ഏറ്റവും നല്ല ഒരു അന്തരീക്ഷം. ഉച്ചയ്ക്കൊക്കെ നല്ല വെയിലായിരിക്കുമല്ലോ. വൈകുന്നേരം ഞങ്ങൾ പോയ സമയത്ത് പക്ഷേ വെയിലില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ശരിക്കും മഴക്കാറിൻ്റെ ഒരു സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വളരെ നല്ല കാറ്റും കിട്ടും. നല്ല കാറ്റും ശരിക്കും വൈകുന്നേരം പോയാൽ നന്നായിട്ട് ആസ്വദിച്ച് നടന്ന് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഫോട്ടോസ് എടുക്കാനായിട്ട് ഒത്തിരി സ്ഥലങ്ങൾ ഇവരൊരുക്കിയിട്ടുണ്ട്. കേരളത്തിൽ പലയിടത്തും വയലുകളുണ്ടെങ്കിലും ഇത് ഒരു പ്രത്യേകതയാണ്. വരമ്പിനിരുവശത്തും ചെടികൾ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. സിമ്പിളാണ്, എന്നാൽ വളരെ പവർഫുള്ളാണ്. വൈക്കോൽ കൊണ്ട് ആർച്ചുകളും വൈക്കോൽ ഉപയോഗിച്ച് കുടിലുകളും ഒക്കെ ആയിട്ട് നിറഞ്ഞു നിൽക്കുന്നു. ഈ ചെറിയ ചെറിയ കുടിലുകളിലൊക്കെ നമുക്ക് കയറി ഇരിക്കുവാനും അതുപോലെ ഫോട്ടോസൊക്കെ എടുക്കുവാനും ആയിട്ടുള്ള സൗകര്യങ്ങളുണ്ട്. കൊല്ലങ്കോട്ടിൻ്റെ സൗന്ദര്യം നിലനിർത്തിയിട്ടുള്ള ഒരു നല്ല ഇടമാണ് ഈ വൃന്ദാവനം. റീൽസിനും മറ്റുമായി നല്ലൊരു സ്ഥലമാണ്. ജില്ലയ്ക്കകത്തു നിന്നും പുറത്തു നിന്നും ധാരാളം പേര് ഇത് ആസ്വദിക്കാനായിട്ട് ഈ ഗ്രാമപ്രദേശത്തെ തനതായ ഭംഗി നിലനിർത്തിക്കൊണ്ടുള്ള ഈ സംരംഭം
വളരെ അധികം ഇഷ്ടപ്പെട്ടുകൊണ്ട് ധാരാളം ജനങ്ങൾ വിവിധ പ്രദേശങ്ങളിൽ നിന്നും ഇത് ആസ്വദിക്കുവാനായിട്ട് ചേരുന്നുണ്ട് ഇവിടെ. ശരിക്കും പറഞ്ഞാൽ സിമ്പിളാണ്. 14 ഏക്കർ നീണ്ടു നിവർന്ന് കിടക്കുന്ന പാടമാണ്. ആ പാടത്തിൽ ഇത്രയും ആസ്വാദകരമായി മാറ്റണമെങ്കിൽ നല്ല ഒരു എന്താ പറയുന്നത്, നല്ല ഒരു ആർട്ട് തന്നെ മനസ്സിലുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ആക്കിയെടുക്കുവാനായിട്ട് സാധിക്കുമല്ലോ അല്ലേ. നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ജനങ്ങൾക്ക് കാണുന്നവർക്ക് മനസ്സിന് കുളിർമയും അതുപോലെ തന്നെ സന്തോഷവും ഒക്കെ പ്രദാനം ചെയ്യുന്ന ഒരു സംരംഭമായിട്ടാണ് ഇത് ഒരുക്കിയിരിക്കുന്നത്. എന്തായാലും ഞങ്ങൾക്കെല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ടു. ധാരാളം പൂക്കളും അതുപോലെ തന്നെ നമുക്ക് ഇരുന്ന് ആസ്വദിക്കുവാനും ഫോട്ടോ എടുക്കുവാനും ഒക്കെ ഉള്ള വളരെ, അതും ആ മലയോട് ചേർന്ന് അതിൻ്റെ ഭംഗികളൊക്കെ നമുക്ക് ആസ്വദിച്ചുകൊണ്ട് നമുക്ക് തിരിച്ചു പോരുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് എല്ലാവരും പാലക്കാട്ട് പോയാൽ താമരപ്പാടവും അതുപോലെ തന്നെ പല പല സ്ഥലങ്ങൾ, ഒത്തിരി ടൂറിസ്റ്റ് സ്ഥലങ്ങളുണ്ട് പാലക്കാട്ട്. അതെല്ലാം ആസ്വദിച്ചിട്ട് മാത്രമേ ഇത് കണ്ടോ ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ സ്ഥലമാണ്. വൈക്കോല് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ കമ്പിയൊക്കെ വെച്ചിട്ടുണ്ടാകും, എന്നാലും വൈക്കോല് കൊണ്ട് പൊതിഞ്ഞാണ് എല്ലാം തന്നെ അവർ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. എന്തായാലും വളരെ നല്ലതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളൊക്കെ പോയി കാണുക. ഓക്കേ.